പ്രയോജനമില്ല. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വിവാഹത്തിന്റെ വിഷയം, ആണുങ്ങളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സാമൂഹിക പുരോഗതി എല്ലാം. പോരാത്തതിന് നിങ്ങൾ നോക്ക്, കുടുംബം. ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാം. മലബാറിൽ 40% വരുന്ന മുസ്ലിം കുടുംബങ്ങളിൽ ദാമ്പത്യ വിശുദ്ധി ഇല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 40% വരുന്ന 100 ആളുണ്ട്, 40 ആളിൽ ദാമ്പത്യ വിശുദ്ധി ഇല്ല. ഭർത്താവ് ഭാര്യയിലും ഭാര്യ ഭർത്താവിലുമല്ല സംതൃപ്തി കണ്ടെത്തുന്നതെന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ പരസ്ത്രീ പരപുരുഷ ബന്ധം നാട്ടിൽ വ്യാപകമാകുന്നു. മലബാറിലെ മുസ്ലിം കുടുംബങ്ങളിൽ നടത്തിയ കണക്കെടുപ്പ്. ഇനി എപ്പോഴാണ് നമ്മളെ കണ്ണു തുറക്കുക? അവനെന്റെ വീട്ടിൽ നടക്കുമ്പോഴോ, അവനെന്റെ ഭാര്യയും അവനെന്റെ ഭർത്താവും വേണ്ടാത്ത രീതിയിൽ കണ്ടുപിടിക്കപ്പെടുമ്പോഴോ? ബോധം വെക്കേണ്ട സമയമായില്ലേ? ഈ സമുദായത്തിന്റെ കണ്ണ് പോകൂലേ? രോഗം വരുമ്പോ ആ രോഗത്തിന് ചികിത്സിക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കണം. രോഗ കാരണങ്ങളെ ചികിത്സിക്കാനുള്ള ചങ്കുറപ്പ് കാണിക്കണം. ഇന്ന് നമ്മളൊക്കെ രോഗത്തെ ചികിത്സിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താ? പണ്ടല്ലാണെങ്കിൽ ഇന്ത്യന്റെ തലസ്ഥാനം എന്ന് പറയും. ഇപ്പൊ പറയല്ല, ബലാത്സംഗത്തിന്റെ തലസ്ഥാനം. അവിടെയാണെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഡൽഹി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വിപരീത പദമായിട്ട് ഇപ്പൊ അത് മാറി, അല്ല അതിന്റെ പര്യായ പദമായിട്ട് അത് മാറി. എന്ന് നിങ്ങൾ നോക്ക്, ലോകം മുഴുവൻ ഡൽഹിയിൽ ആ മാനഭംഗം നടന്നപ്പോ, ആ കേസ് നടന്നപ്പോ തലകുനിച്ചു പോയി, ഇല്ലേ? തലകുനിച്ചു പോയി. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ബല ഇടിഞ്ഞുപോയി. കാരണം എന്താ? മൃഗത്തെ വെല്ലുന്ന രീതിയാണ് കുറെ കാപാലികര് ചേർന്നിട്ട് ഒരു പെണ്ണിനെ കയറി പിടിച്ചക്രമിച്ച് ഈ കാപാലികതയുടെ കാമവെറിയുടെ നൃത്തം ചവിട്ടിയത്, ഇല്ലേ? എന്നിട്ട് നിങ്ങൾ നോക്ക്, അങ്ങനെയൊക്കെ സംഭവിച്ചു. ആ പെണ്ണ് കൊല ചെയ്ത് കൊല വിളിച്ചു തീർന്നു. സിംഗപ്പൂരിൽ വെച്ച് മരണപ്പെട്ടു. ആ പെണ്ണിന്റെ കഥ നമുക്കറിയാം. ഞാൻ നിങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്. ഇവിടൊക്കെ സമുദായം ഇത് പറഞ്ഞിട്ട് അത്ഭുതം തീരുന്നതിന് മുമ്പ് പഞ്ചാബിൽ നടന്നു. അത് പറഞ്ഞത് കണ്ണിങ്ങെടുക്കുമ്പോഴത്തേക്ക് ഡൽഹിയിൽ വീണ്ടും നടന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിൽക്കണില്ല, പിന്നെയും ചെയ്യുന്നവര് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ഇതിന്റെ കാരണം? അപ്പൊ പ്രശ്നം ഈ ചെയ്യുന്ന കുറ്റക്കാരുടേതാണോ? ലൈംഗികമായി ഇവരെ കടിച്ചു കീറുന്ന ഈ പുരുഷ ഈ കാമവെറിയന്മാരുടേതാണോ? അല്ല. അത് മാത്രല്ല, അത് നമ്മൾ ന്യായമായൊരു യുക്തി മാത്രമാണ്. ഇതിനൊരു മറുവശമില്ലേ എന്റെ പ്രിയമുള്ളവരെ? അങ്ങനെ റിവേഴ്സിലൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ റിവേഴ്സിലൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പെണ്ണിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുന്നതിന് പകരം, ആ പെണ്ണിനെ പറ്റി അബദ്ധത്തിൽ മുതലക്കണ്ണീരൊഴുക്കുന്നതിന് പകരം മാറിയൊന്ന് ചിന്തിക്കേണ്ട സമയമായില്ലേ? എന്താ ഈ പെണ്ണിന് അബദ്ധം സംഭവിച്ചത്? എന്താ ഈ പെണ്ണ് മാനഭംഗത്തിന് ഇരയായത്? എന്താ ഈ പെണ്ണിന് കുഴപ്പം വന്നത്? ആ പെണ്ണ് വന്നത് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണോ ആ പെണ്ണിനെ പിടികൂടിയത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വരുമ്പോഴാണോ ആ പെണ്ണിനെ പിടികൂടിയത്? അല്ല. പാതിരാത്രിക്ക് 11 മണിക്ക് ടാക്കീസിൽ കയറി സിനിമയും കണ്ടിറങ്ങി വരുമ്പോ അത് ഒരു അന്യ പുരുഷന്റെ കൂടെ, 6 മാസത്തെ പരിചയം മാത്രമുള്ള ഒരു അന്യ ചെറുപ്പക്കാരന്റെ കൂടെ രാത്രിയുടെ നിശബ്ദതയിൽ ടാക്കീസിൽ കയറി സിനിമയും കണ്ടിറങ്ങി വരുന്ന മോശപ്പെട്ട രീതിയിൽ വേഷമണിഞ്ഞ ഒരു പെണ്ണാണ് മാനഭംഗത്തിനിരയായത്. എന്താ ഇന്ത്യൻ സമൂഹം അത് ചർച്ച ചെയ്യാത്തത്? എന്താ കേരളീയ സമൂഹം അത് ചർച്ച ചെയ്യാത്തത്? ഇന്ന് ലോകത്ത് മുഴുവൻ ചർച്ച. എന്നിട്ട് ഈ ലോകത്തിന്റെ ഭരണാധികാരികളും വലിയ പ്രമാണികളുമായ ചിന്തകരും സൈദ്ധാന്തികരും പറയാണ് ഇസ്ലാമിക നിയമം നടപ്പിലാക്കണം, എറിഞ്ഞു കൊല്ലണം. ഈ പറയണ കേട്ട എനിക്ക് വിചാരിക്കും ഇവർക്കൊക്കെ ഇസ്ലാമിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, ഇസ്ലാമിനോടുള്ള താല്പര്യങ്ങൾ ഈമാനിന്റെ കടുപ്പം കൊണ്ട് പറയണമെന്നല്ല, ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി പറയാ. അങ്ങനെ വെറുതെ നമ്മൾ പാവങ്ങൾ ഇത് കേട്ടിട്ട് പറയും, കണ്ടില്ലേ ലോകം മുഴുവൻ ഇപ്പൊ ഇസ്ലാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് തന്നെ പേടിയാണല്ലോ ഇസ്ലാമിൽ ആളില്ല എന്നുള്ളത്. അതുകൊണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് നമ്മളങ്ങ് ചാടി വീഴും. സത്യത്തിൽ അതല്ല. ലോകത്തിങ്ങൾ നോക്കി, കള്ളന്മാരെ പിടിക്കുമ്പോ കൈവെട്ട് നടപ്പിലാക്കണം, ഇസ്ലാമിക നിയമം. വ്യഭിചാരികളെ പിടിക്കുമ്പോ എറിഞ്ഞു കൊല്ലണം, ഇസ്ലാമിക നിയമം നടപ്പിലാക്കണം. എന്തിനാ ഈ ശിക്ഷാ നിയമങ്ങളെ മാത്രം പത്രങ്ങളുടെ മുന്നിൽ ഇവർ പ്രസംഗിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇസ്ലാമിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്? അല്ല. ഇസ്ലാമിനോട് മതിപ്പുള്ളവരെ പോലും മതിപ്പില്ലാതാക്കാൻ. കാരണം ഇസ്ലാം എന്നുള്ള കാലത്ത് മുഴുവൻ തലവെട്ടലും കൈവെട്ടലും കാലുവെട്ടലും ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് വരുത്തി തീർക്കാൻ. ആ സ്നേഹവും ഇസ്ലാമിനോട് കൂറുള്ളവരുമാണെങ്കിൽ പറയേണ്ടത് എന്താ? ഇസ്ലാമിൽ വെട്ടുന്നതിന് മുമ്പ് വ്യഭിചാരം നിർത്തിയില്ലേ? വെട്ടുന്നതിന് മുമ്പ് മദ്യം നിരോധിച്ചില്ലേ? വെട്ടുന്നതിന് മുമ്പ് ലഹരി നിരോധിച്ചില്ലേ? എന്താ ആ നിരോധനം കൊണ്ടുവരണമെന്ന് പറയാത്തത്? എന്താ ആ നിരോധനം മുസ്ലിം സമൂഹം കൊണ്ടുവരണമെന്ന് പറയാത്തത്? ആർജവമില്ല. വ്യവസ്ഥിതികൾ മാറ്റാൻ തയ്യാറല്ല. വ്യവസ്ഥിതികൾ മാറ്റാതെ പെണ്ണിന്റെ ശരീരം സംരക്ഷിക്കപ്പെടില്ല. ഇസ്ലാം ചെയ്തതെന്താ? പെണ്ണിന്റെ ശരീരം സംരക്ഷിച്ചു. എന്നിട്ട് വ്യവസ്ഥിതി മാറ്റിയപ്പോ കാലാകാലം പെണ്ണിന് സുരക്ഷ കിട്ടി. ഇന്ന് കള്ളും കുടിച്ച് ലഹരിയും കടിച്ച് കൂത്താടി സമൂഹത്തെ നശിപ്പിച്ച് അതിന്റെ നികുതിയും വാങ്ങി അധികാരത്തിന്റെ അരമന കസേരകളിൽ ഇരിച്ചിട്ട്
ഈ ലോകത്ത് കൈയും തലയും മുറിക്കണം, അത് ഇസ്ലാമിന്റെ കുറവാണ് എന്നും പറഞ്ഞ് നടക്കാണ്. അല്ല, നിങ്ങൾ ആദ്യം മദ്യപാനം നിർത്ത്, നിങ്ങൾ ആദ്യം ലഹരി വിരുന്ന് അവസാനിപ്പിക്ക്. ഇന്നത്തെ രാജ്യത്തിലെ ഭരണകൂടങ്ങളുടെ മുഴുവൻ വരുമാനത്തിന്റെ 50-60% എന്താ? പെരുന്നാളിനും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വിറ്റടിക്കുന്ന വിറ്റടിക്കുന്ന ലഹരിയാണ്. ഇത് വിൽക്കുന്നതിലോ കൊടുക്കുന്നതിലോ പുതിയ ബാറ് തുടങ്ങുന്നതിലോ പുതിയ ഷാപ്പ് തുടങ്ങുന്നതിലോ ലഹരി കൂത്തരങ്ങായി വിറ്റടിക്കുന്നതിലോ ഒരു മടിയില്ല. ഇതൊക്കെ കൊടുത്ത് സമുദായത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ, മനുഷ്യനെ മുഴുവൻ ഡമ്മിലാക്കി കടത്തിയിട്ട് അവരുണ്ടാക്കുന്ന പേക്കുത്തുകൾക്ക് ഈ സമൂഹം ഇങ്ങനെ കൈമലർത്തി മുതലക്കണ്ണീരൊഴുക്കിയാൽ സമുദായത്തിന്റെ പ്രശ്നം തീരില്ല, ഈ രാജ്യത്തിന്റെ പ്രശ്നം തീരില്ല. ഈ രാജ്യത്ത് വേണ്ടത് ആ പെണ്ണിനെ എങ്ങനെ ഈ മാനഭംഗത്തിനിരയായി സാംസ്കാരിക സമൂഹം ചർച്ച ചെയ്യണം. അവരുടെ വേഷം മാറണ്ടേ? അന്യസമയത്ത് അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യുന്നത് തെറ്റല്ലേ? ഒരു ടാക്കീസിലേക്ക് പാതിരാക്ക് 11 മണിക്ക് കയറി ചെല്ലാൻ ഏത് പെണ്ണിന് അവകാശമുള്ളത്? ഏത് പെണ്ണിന് ഈ സമൂഹത്തിൽ ധാർമ്മികതയുള്ള ഒരു നാട്ടിൽ അത് നടക്കാൻ പാടുണ്ടോ? എന്താ ആ ഭാഗമൊക്കെ മൂടിക്കെട്ടിയിട്ട് ഈ പെണ്ണിനെ ബലാത്കാരം ചെയ്തത് മാത്രം ചർച്ച ചെയ്യുന്നു? പറയുന്നത് നന്ന്, മാതാപിതാക്കളുടെ കൂടെ പോകുമ്പോൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരു പെണ്ണിനെ കശാപ്പ് ചെയ്താൽ അത് തെറ്റ്. പക്ഷെ പാതിരാക്ക് ഇറങ്ങി നടക്കുന്ന പെണ്ണിനെ പിടിച്ചില്ലെങ്കിൽ ഇവളും പിശാച്, പിടിച്ചവനും പിശാച്. ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്, അസാസിനേഷൻ എന്ന്. അസാസിനേഷൻ ഞാനൊക്കെ എന്റെ മനസ്സിൽ വിശ്വസിക്കുന്ന അതൊക്കെ അസാസിനേഷൻ ആണ്. അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ്. ASSINATION, അതിന് അസാസിനേഷൻ അറിയാം. ആ പദത്തിനൊരു പ്രസക്തി ഉണ്ട്, എന്നറിയോ? ആസ് എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ഒരു കഴുത മറ്റൊരു കഴുത, പിന്നെ അങ്ങനെയാണ് അതിന് മുറിച്ചു കണ്ടാൽ മനസ്സിലാവുക. കൊലപാതകത്തിൽ 2 കഴുതുണ്ട്. ഒന്ന് കൊന്നോനും കഴുതിയ, കൊല്ലപ്പെട്ടോനും കഴുതിയ. കാരണം എന്താ? അവസരം കിട്ടിയ രണ്ടാളും ആ കൊലപാതകം ചെയ്യുമായിരുന്നു. ആദ്യമേ മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന പെണ്ണിന്റെ അടുത്തും തെറ്റുണ്ട്. അങ്ങനെ അവളെ കടിച്ചു കീറുന്ന കാപാലികന്റെ കയ്യിലും തെറ്റുണ്ട്. ഇത് രണ്ടും വായിച്ചാൽ മാത്രമേ സമുദായം നന്നാവൂ, സമൂഹം നന്നാവൂ. എന്നിട്ട് എടുത്ത പരിപാടി എന്തെങ്കിലും ആലോചിച്ച് നോക്ക്. ഈ കൊടുക്കുന്ന ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഉള്ള പരസ്യത്തിന്റെ വലിപ്പം കൂട്ടാൻ തീരുമാനിച്ചു. എന്താ പരസ്യം? മദ്യപാനം ഹാനികരമാണ്, ശരീരത്തിന് അപകടം തീർക്കും, ധാർമ്മികതക്കെതിരാണ്. ഇതൊക്കെ ഇപ്പൊ കൊടുത്തതിനേക്കാളും ഫോണ്ട് സൈസ് കൂട്ടിയിട്ട് വലുതാക്കാൻ തീരുമാനിച്ചു. ഈ ജാതി വിവരമുള്ളോ ഈ പണിക്ക് പോവും? അവിടെ ചെന്നിട്ട് വായിക്കും. സ്കൂളും മദ്രസയും പടി കാണാത്ത ചങ്ങാതിയാണ് കള്ളു കുടിക്കാൻ പോണത്. ഓൻ അവിടെ ചെന്നിട്ട് ഇതിങ്ങനെ വായിച്ചിട്ട് പഠിച്ചിട്ട് എന്നാ പിന്നെ വേണ്ട, ഹാനികരമാണ്, ആരോഗ്യത്തിന് പ്രശ്നമാണെന്നാണ് കൊടുത്തു പോരെ. ആരെയാ ഈ സമൂഹം സംസ്കാരം പഠിപ്പിക്കുന്നത്? നിങ്ങൾ പോയി അറേബ്യയിൽ ചെന്ന് സംസ്കാരം പഠിക്കുക. ആരംഭം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെറും പ്രസംഗമല്ല. പ്രവാചകർ തിരുമേനിയെ പറ്റി ലോകത്ത് ഫിലിപ്പ് കെ കിറ്റി അടക്കമുള്ള ആധുനിക സൈദ്ധാന്തികര് പറഞ്ഞു, ലോകത്തെ പ്രവാചകന്മാര് പറഞ്ഞു, സമൂഹത്തിൽ മനസ്സാക്ഷി ഉണ്ടാവണമെങ്കിൽ, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ അരുതായ്മകൾ സമൂഹത്തിൽ നിന്ന് കാടടക്കി പൂർണ്ണമായി ഈ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യണം. വ്യവസ്ഥിതി മാറണം. ഇനി വ്യവസ്ഥിതി മാറൂലേ എന്ന മഹല്ല് മാറണം. മുസ്ലിം സമുദായം മാറണം. മുസ്ലിം സമുദായത്തിന്റെ മഹല്ല് സംവിധാനം മാറണം. വരിസംഖ്യ വാങ്ങാനും നബിദിനം കഴിക്കാനും കല്യാണം നടത്താനും മരണത്തിന്റെ രേഖകൾ വെക്കാനുമുള്ളതല്ല മഹല്ല്. അത് നമ്മളൊരു പണി മാത്രം. ആ പണിയുടെ കൂടെ പണിയുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചുകൂടാ, ഇവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ വ്യഭിചരിച്ചുകൂടാ, ഇവിടുത്തെ നാട്ടിൽ ലഹരി വിറ്റുകൂടാ എന്ന് തീരുമാനിക്കാനുള്ള ആർജവം മനോഹരമായ പള്ളിയും മനോഹരമായ മഹല്ലും മനോഹരമായ ദീനി കെട്ടുറപ്പ് നടത്തുന്ന നാട്ടിലെ ഉമറക്കൾക്കും അവർക്ക് ശക്തി കൊടുക്കാൻ നാട്ടിലെ ചെറുപ്പക്കാർക്കും നാട്ടിലെ ഉമ്മമാർക്കും സഹോദരിമാർക്കും കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രിയമുള്ളവരെ ചങ്കുറപ്പ്. 6 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള 15 വയസ്സുള്ള പെൺകുട്ടികളെ ആണിനെ കണ്ടാൽ ഏത് കാമം നമ്മൾ നിസ്കരിക്കുന്നത് പോലും മറ്റുള്ളവർക്കല്ലേ, നമ്മൾ ഹജ്ജിന് പോകുന്നത് എന്റെ കടമയാണെന്ന് തോന്നിയിട്ടല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ നാട്ടുകാർക്ക് വിലയിരുത്താൻ പറ്റും, മറ്റുള്ളവർക്കൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ നാവിലുള്ളത്, നിങ്ങളുടെ വയറിലുള്ളത്, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളിലുള്ളത് അത് മൂന്നും ലോകത്തൊരാൾക്കും കാണാൻ കഴിയില്ല. അത് നിങ്ങളുടെ സ്വകാര്യതയാ. അവിടെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന. യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വർഗത്തെ പറ്റി പറഞ്ഞെടുത്തെല്ലാം സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്ന പദമാണ് പ്രയോഗിച്ചത്. ദഖലൽ ജന്ന എന്ന പദപ്രയോഗമാണ് പ്രവാചകൻ മിക്കയിടത്തും നടത്തുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഫഖദ് വജബത്ത് ലഹുൽ ജന്ന. മാളിയായ പദത്തിന്റെ കൂടെ ഖദ് എന്ന സീഗ വന്ന ഒരു ശബ്ദം വന്നാൽ അതിൽ സംശയമേ ഇല്ല. ഫഖദ് വജബത്ത് ലഹുൽ ജന്ന. അവന് സ്വർഗം നിർബന്ധമാണ്, യാതൊരുവിധ സംശയവും അതിൽ ബാക്കിയില്ല. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ നാവിനെ, വയറിനെ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുക. തിന്മ വേണ്ട, ഹറാമ് വേണ്ട, ഹലാലല്ലാത്ത ചിന്ത വേണ്ട, ഹലാലല്ലാത്ത സ്വഭാവം വേണ്ട, ഹലാലല്ലാത്ത ശീലം. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതിനോട് ഞാൻ സന്ധി ചെയ്യില്ല.
കഴിയില്ല എന്ന് തീരുമാനിക്കുന്നതാണ് ആണത്വം. അങ്ങനെ തീരുമാനിച്ചാൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്മരണ പൂർണ്ണമായി. അവിടെ നിങ്ങൾക്ക് സ്നേഹമുള്ള പെണ്ണുണ്ടാവും, സ്നേഹമുള്ള കുടുംബമുണ്ടാവും, അന്തസ്സുള്ള മക്കളുണ്ടാവും, അഭിമാനമുള്ള നാട്ടിനും സാഹചര്യവും ചുറ്റുപാടും വളർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാവും. ഇതൊക്കെ വളരുമ്പോ ക്രമേണ ലാഹൂത്തി ഉസ് റിസ്ഖ് സെ മൗത് അച്ഛി ജിസ് റിസ്ഖ് സെ ആതി ഹേ പർവാസ് മേ കോതാഹി. ഓ എന്റെ പ്രിയപ്പെട്ട സാഹീൻ പക്ഷി, നീ പറന്നു പോകുമ്പോ നിന്റെ സാഹീൻ പക്ഷി എന്ന നിലയിൽ നിനക്ക് ലോകത്തുള്ള പ്രസക്തി എന്തെന്നറിയുമോ? നിനക്ക് പൂർണ്ണമായും ഉയർന്നുയർന്ന് പാറിപ്പറന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നുള്ളതാണ് നിന്റെ പ്രസക്തി. പക്ഷെ നീ വേണ്ടാത്തത് ഭക്ഷണം കഴിച്ചാൽ, വേണ്ടാത്തത് ഉള്ളിലേക്ക് കൊടുത്താൽ, വേണ്ടാത്തത് കഴിച്ചാൽ, അങ്ങനെ സാധിച്ചാൽ പിന്നെ നിനക്ക് പറക്കാൻ കഴിയില്ല ഷാഹീൻ. നിന്റെ പ്രത്യേകത തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് ഷാഹീൻ, നീ വേണ്ടാത്തതൊന്നും കഴിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട, വേണ്ടത് മാത്രം കഴിച്ചോ. ധാരാവോ സിക്കന്ദർ സേ വോ മർദ് ഫഖീറൗല ഹോ ജിസ്കി ഫഖീരി മേ അസദുല്ലാഹി. ധേരയേക്കാൾ, സിക്കന്ദറിനേക്കാൾ, അലക്സാണ്ടറിനേക്കാൾ, നെപ്പോളിയനേക്കാൾ ഏറ്റവും നല്ല ജീവിതം അലിയാരുടെ ജീവിതമാ. പട്ടിണിയും പരിവട്ടവും ദാഹവും കഷ്ടപ്പാടുമുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ മാധുര്യം ധേരയുടെയും സിക്കന്ദറിന്റെയും നെപ്പോളിയന്റെയും ഈ ജീവിതത്തിനില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, ജീവിതത്തിൽ വേണ്ടാത്തത് ജീവിതത്തിൽ കൊടുക്കണ്ട. അത് ചിന്തയിൽ വേണ്ട, സ്വഭാവത്തിൽ വേണ്ട, ശീലത്തിൽ വേണ്ട, വ്യക്തിത്വത്തിൽ വേണ്ട, അങ്ങനെ നമ്മുടെ ഭാവിയിലും വേണ്ട. അങ്ങനെ നിങ്ങൾക്കും എനിക്കും ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റിയാൽ മാറും കാലം, മാറും സമൂഹം. ഇത് രണ്ടും മാറുമ്പോ നമ്മുടെ സമൂഹത്തിന്റെ മാറിയ സാഹചര്യങ്ങളിൽ നിന്ന് വെളിച്ചം വരും. ആ വെളിച്ചാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത്. അത് സംഭവിക്കുമ്പോ എല്ലാ അർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം ഉണ്ടാക്കിയെടുക്കാനും ആ ഗുണം ജീവിതത്തിൽ പെയ്യിക്കാനും